നമസ്കാരം. വെള്ളിയാഴ്ച യുഎസ് മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്തത് വളരെ സ്ട്രോങ് ആയിട്ടാണ്. ഡൗ ജോൺസ് 1.79%, S&P 500 1.2%, അതുപോലെ തന്നെ നാസ്ഡാക്ക് 1.52% പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഹോർമൂസ് കടലിടുക്ക് എല്ലാ കൊമേഴ്ഷ്യൽ ഷിപ്പുകൾക്ക് വേണ്ടിയിട്ടും തുറക്കുകയാണെന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറയുകയും അതിനെ ട്രംപ് സ്വാഗതം ചെയ്തതും ഗ്ലോബൽ മാർക്കറ്റിനെല്ലാം വളരെ പോസിറ്റീവാണ്. അതോടുകൂടി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഏതാണ്ട് താഴേക്ക് വന്ന് 84-നും 90 ലെവലിലും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതേ തുടർന്നുള്ളൊരു പോസിറ്റിവിറ്റി എല്ലാ മാർക്കറ്റുകൾക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഊർജ്ജം നൽകിയിരുന്നു. GNX നിഫ്റ്റി ഏതാണ്ട് 250-280 പോയിന്റോളം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ ശനിയും ഞായറും കൊണ്ട് ഈ ഡെവലപ്മെൻറ്റ്സിനെല്ലാം ഒരു മാറ്റം സംഭവിക്കുകയും IRGC, അതായത് അവരുടെ മിലിറ്ററി, ഇറാൻ്റെ മിലിറ്ററി ഈ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയും അതിലൂടെ പോയ ഷിപ്പുകൾക്ക് നേരെ വെടിവെപ്പ് ഉണ്ടാവുകയും ചെയ്തു. ഇന്ത്യ അടക്കമുള്ള സ്ഥലത്തേക്ക് ക്രൂഡ് ഓയിലും മറ്റും കൊണ്ടുവന്ന ഷിപ്പുകൾക്ക് നേരെ വെടിവെപ്പ് ഉണ്ടാവുകയും മറ്റും ചെയ്തു. ഇതേ തുടർന്ന് വീണ്ടും പശ്ചിമേഷ്യയിൽ ആ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു റൂമർ വരികയും GNX നിഫ്റ്റിക്ക് കിട്ടിയ പോസിറ്റിവിറ്റി എല്ലാം അപ്പാടെ താഴേക്ക് വരികയുമാണ് ഉണ്ടായത്. അത് ഗ്ലോബൽ മാർക്കറ്റിലും US ഫ്യൂച്ചേഴ്സിലും ഒക്കെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കാണാം. US ഫ്യൂച്ചേഴ്സൊക്കെ ഏതാണ്ട് 300-ഓളം പോയിന്റ് നെഗറ്റീവായിട്ടാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. എങ്കിലും വലിയൊരു നെഗറ്റിവിറ്റി അല്ല. നെഗോസിയേഷൻ ടോക്സ് നടക്കുന്നുണ്ട്. ആ ടോക്സിനെ സംബന്ധിച്ചിടത്തോളം JD വാൻസിനി ഈ ടോക്സ് നയിക്കും എന്ന് കേൾക്കുന്നു. അതുപോലെ പാകിസ്ഥാനിൽ വെച്ചുള്ള ചർച്ചയ്ക്ക് ഇറാൻ പൂർണ്ണമായിട്ട് സമ്മതം നൽകിയിട്ടില്ല. ഇറാൻ പാകിസ്ഥാനിൽ വെച്ച് ചർച്ച നടത്തുന്നതിന് എതിർപ്പുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു അനിശ്ചിതത്വം തുടരുന്നു എന്നാണ് മാർക്കറ്റിനെ പൊതുവെ കാണിക്കുന്നത്. ഇത് മാർക്കറ്റുകളെ എല്ലാം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ തുടർന്നുള്ള ചർച്ചകൾ മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് പ്രത്യേകം ഓർക്കുക. മറ്റൊന്ന്, ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം HDFCയുടെയും ICICI ബാങ്കിൻ്റെയും റിസൾട്ട് ഉണ്ടായിരുന്നു. HDFCയുടെ Q4 റിസൾട്ട് ഏതാണ്ട് ആവറേജ് എന്ന് പറയേണ്ടി വരും. അതുപോലെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഗ്രോത്തിലൊക്കെ ചെറിയ പ്രഷർ നേരിടുന്നുണ്ട്. എങ്കിലും ഒരു ആവറേജിന് മേളിലാണ്. എന്നാൽ ICICI വളരെ നല്ല നമ്പേഴ്സാണ് പുറത്തുവിട്ടത്. അപ്പോൾ ഏതാണ്ട് നല്ല റിസൾട്ട് എന്ന് പറയാം. ഒരുപക്ഷെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ നിന്ന് അതിൻ്റെ ഒരു ചെറിയ റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് യുദ്ധമാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഒരു 7:38 ചൈനയുടെ ഇൻഡസ്ട്രിയൽ ഡേറ്റ ഇന്ന് പുറത്തു വരുന്നുണ്ട്. ഏഷ്യൻ മാർക്കറ്റുകളിൽ അത് മറ്റൊരു രീതിയിൽ നിർണായകമായേക്കാൾ മിക്കവാറും അത് പോസിറ്റീവായിട്ട് വരാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ കൂടുതൽ റിസൾട്ടുകൾ ഈ ആഴ്ചകളിൽ വരാനുണ്ട്. ഒരുപക്ഷെ മാർക്കറ്റിനെ അത് സ്വാധീനിക്കും. അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോഴും 29% ഷോർട്ട് പൊസിഷനിലാണ് നിൽക്കുന്നത്. പ്രോ ട്രേഡേഴ്സും 51% ഷോർട്ട് പൊസിഷനാണ്. ക്ലൈൻറ്റ് 72%, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ 75% ബൈ പൊസിഷനിലാണ് ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും ഒക്കെ നിൽക്കുന്നു എന്നുള്ള കാര്യം ഓർക്കുക. കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ PMI ഡേറ്റ വന്നതും മറ്റും ഒക്കെ ചെറിയ നെഗറ്റീവിലാണ്. ഇപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ മൈക്രോ ക്യാപ്പും സ്മോൾ ക്യാപ്പും മികച്ച രീതിയിലുള്ള റിട്ടേൺ ആണ് കഴിഞ്ഞ ആഴ്ച നൽകിയത്. മിഡ് ക്യാപ്പിലും ഏതാണ്ട് ബൈ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.